കർത്താവ് ജീവിക്കുന്ന ഉപമകളിൽ കൂടെയാണ് കർത്താവ് നമ്മളെ കാര്യങ്ങൾ ശിഷ്യന്മാരെ കാര്യങ്ങൾ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്കും പ്രയോജനമാണ്. അതാണ് നമ്മൾ ഇന്ന് കേട്ടത്. അവൻ പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. അപ്പോൾ മുന്തിരിവള്ളിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. അപ്പോൾ പിതാവിനെ തോട്ടക്കാരനായിട്ടും ആ തോട്ടത്തിൽ വളർത്തുന്ന മുന്തിരിവള്ളിയായിട്ട് പുത്രനെയും പുത്രൻ ഇത് ഉപയോഗിച്ചിരിക്കുകയാണ്. അത് അങ്ങനെയാകുമ്പോൾ എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും ഈ മുന്തിരിവള്ളിയിൽ കായ്ക്കുന്ന കൊമ്പുകളും കായ്ക്കാത്ത കൊമ്പുകളും ഉണ്ട്. അത് കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ ഫലം കായ്ക്കാത്ത കൊമ്പുകളെ വെട്ടി മാറ്റുന്നു. മാറ്റി ആ മുന്തിരിവള്ളി ശുദ്ധിയാക്കുന്നു. കായ്ക്കാത്ത കൊമ്പുകൾ നിന്നാൽ പിന്നെ അത് ഫലം കായ്ക്കത്തില്ല. അപ്പം മറ്റേ വള്ളിയിലും ഫലം കായ്ക്കാതിരിക്കാൻ ഇടയാകുന്നത് നിന്നാൽ, അതുകൊണ്ട് അതിനെ വെട്ടി മാറ്റുന്നു. അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവിൽ വസിക്കുക. എന്നിൽ വസിച്ചാൽ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ, അത് നല്ല ഒരു ഇലസ്ട്രേഷനാണ് അത്. മുന്തിരിച്ചെടി ഇങ്ങനെ വളർന്നു വരികയാണ്. വളർന്ന് പല ശിഖരങ്ങളെ വിട്ട് പന്തലിച്ച് വരികയാണ്. അതിൽ ചില ശിഖരങ്ങൾ കായ്ക്കാതെ മുരടിച്ചു പോകും. അത് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചാൽ കായ്ക്കുന്നതിൽ തന്നെ ഫലം കുറയും. അതുകൊണ്ട് ആ ഉടമസ്ഥ ചെയ്യുന്നത്, ആ മുരടിച്ച വള്ളി അതിനെ ചെത്തി അതിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് അശുദ്ധമായ എല്ലാ വള്ളികളെയും മാറ്റിയതിന് ശേഷം ഇതിനെ വെടിപ്പാക്കുന്നു. എന്നിട്ട് കുറേ വളവും വെള്ളവും എല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ആ മുന്തിരിയിൽ ധാരാളം മുന്തിരിക്കൊലകൾ ഉണ്ടാകുന്നു. അത് കർത്താവ് കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, അതായത് ഒരു മുന്തിരിച്ചെടിയിൽ വളർന്നു പോകുന്നുണ്ട്, അതിൻ്റെ കൊമ്പ് വളർന്നു പോകുന്നുണ്ട്. മുന്തിരി ചെടിയും ഈ കൊമ്പുമായിട്ട് അത്രയും അടുത്ത ബന്ധമാണ്, അതിൽ വളരുകയാണ്. ആ അടുത്ത ബന്ധത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരുകയാണെങ്കിൽ വളരെ ഫലം കായ്ക്കും. അപ്പം കർത്താവിനെ വിട്ട ശേഷം നമുക്ക് ദൈവികമായി യാതൊരു ഫലവും കായ്ക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ഈ കർത്താവിൽ വസിച്ച് ഫലം കായ്ക്കുന്നവരായി തീരണം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്താ ചെയ്യുന്നത്? കായ്ക്കാത്ത വള്ളികളെ അപ്പോഴത്തേന് അതങ്ങ് ക്ഷീണിക്കും. ആ വള്ളികളെ മുറിച്ച് കളഞ്ഞ് എന്നിട്ട് ആ ചെടിക്ക് നല്ലപോലെ പിന്നെയും വളവും വെള്ളവും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ ഫലം കായ്ക്കും. തന്നെയല്ല, ആ വെട്ടി മാറ്റി കഴിയുമ്പോഴത്തേന്
അവിടെ നിന്ന് ചില മൂലങ്ങൾ പുതുതായിട്ടുണ്ടായി നല്ല ഫലം അതിൽ നിന്ന് കിട്ടും. അത് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവന് നല്ലപോലെ അറിയാം. ഈ ഇസ്രായേൽ മക്കൾക്ക് മുന്തിരി ചെടിയെക്കുറിച്ച് നല്ല നല്ല അറിവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ആ ഉപമ പറഞ്ഞു കൊടുത്തത്. അവർ കണ്ടിട്ടുണ്ട് കായ്ക്കാത്ത മുന്തിരി വള്ളികളെ ആ ചെടിയിൽ നിന്ന് വെട്ടിക്കളയുന്നു. വെട്ടിക്കളഞ്ഞിട്ട് ഉടമസ്ഥന് നല്ലപോലെ വളവും കൂടി ഇട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പുതിയ വള്ളി കിളിച്ച് ആർത്ത് കയറി അതിനകത്തെല്ലാം മുന്തിരിങ്ങ ഉണ്ടായിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ വരാൻ ഇടയാകണം, അങ്ങനെ വരണമെന്നുള്ളതാണ് ഈ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു 7-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനങ്ങൾ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കും, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കർത്താവിൽ വസിച്ചാൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കും, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. പിതാവും ദൈവത്തിന് ധാരാളം വിളവുണ്ടാകണമെന്നുള്ളതാണ് ആഗ്രഹം ഈ ചെടിയിൽ നിന്ന്. ഇത് ഇപ്പോൾ നല്ല വളം ഇട്ട് കൊടുത്തു, വെള്ളം കൊടുത്തു, നല്ലപോലെ വളരുന്നു, നല്ല ഫലം കായ്ക്കുന്നു. അതുകൊണ്ട് പിതാവിന് ഭയങ്കരമായ ഇഷ്ടമായി. പിതാവിന് മഹത്വമാകുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ശിഷ്യന്മാരെന്നുള്ള പേരും കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യന്മാരെന്നാണ്. ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യന്മാരാണ്. ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അവർ വെറും കായ്ക്കാത്ത കൊമ്പുകളാണ്. അങ്ങനെയുള്ള കൊമ്പുകളെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിതാവാം ദൈവം, തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നത് നല്ല ഫലം കായ്ക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് പോലെ ഫലം കൊടുക്കാത്ത വള്ളികളെ തോട്ടക്കാരൻ മുറിച്ചു കളയും. ആ മുന്തിരി വള്ളിയിൽ വസിക്കാൻ പിന്നെ അതിന് സ്ഥലം കിട്ടത്തില്ല. ആ മുറിച്ച് കളഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അത് കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോവുകയാണെങ്കിൽ ആ വകയെല്ലാം കൂട്ടി തീയിലിട്ട് ചുട്ടുകളയുകയും. അതുകൊണ്ട് അങ്ങനെ തീയിട്ട് ചുട്ടുകളയത്തക്കൊന്നും ആയിത്തീരാൻ ഇടയാകാതെ നമ്മൾ നല്ല ഫലം കായ്ക്കുന്ന മുന്തിരി വള്ളിയിൽ തന്നെ ആയിരിക്കണം, ഫലം കായ്ച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് തോട്ടക്കാരൻ നോക്കുന്നത് ഫലം കായ്ക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളവും വെള്ളവും തരാൻ താല്പര്യമാണ് അവൻ ചെയ്യും. എന്നാൽ ഫലം കായ്ക്കുന്നില്ലെങ്കിലോ അതിൽ നിന്ന് അതിനെ മുറിച്ച് കളഞ്ഞിച്ച് മറ്റുള്ള കൊമ്പുകൾക്ക് ശിഖരങ്ങൾ പൊട്ടി വീണ്ടും കായ്ക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കും. നമ്മൾ പുറത്ത് ആക്കപ്പെടും. അതുകൊണ്ട് കായ്ക്കുന്ന കൊമ്പുകളായി നമ്മൾ തീരണം. കായ്ക്കുന്ന കൊമ്പുകളായി നമ്മൾ തീരാൻ വേണ്ടിയിട്ട് കർത്താവിൽ വസിക്കുക, മുന്തിരിവള്ളിയിൽ വസിക്കുക. നല്ലൊരു ഉപമയാണ്. കർത്താവിൽ വസിച്ചാൽ കർത്താവിൻ്റെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്ക് കർത്താവിൽ വസിച്ചുകൊണ്ട്
കർത്താവിൽ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മളെ കൊടുക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം ഉണ്ടാകട്ടെ. ദൈവം, പിതാവാം ദൈവം സന്തോഷിക്കാനിടയാകട്ടെ. നമ്മളെ ആയിരുന്ന ആ ഏറ്റവും നീചമായ സ്ഥലത്തു നിന്നാണ് നമ്മളെ ആ മുന്തിരിവള്ളിയോട് ഒട്ടിച്ച് ചേർത്ത് ആ മുന്തിരിവള്ളിയുടെ ഫലത്തിന് വേണ്ടിയിട്ട് കർത്താവ് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് ചെയ്തു കഴിഞ്ഞിട്ടും ഫലം കായ്ക്കുന്നില്ലെങ്കിൽ കർത്താവിന് ഉടമസ്ഥൻ വലിയ സങ്കടം ഉണ്ടാകാനിടയാകും. കർത്താവ് നോക്കിയിട്ട്, തോട്ടക്കാരൻ നോക്കിയിട്ട് അയ്യോ അതിനെ വെട്ടിക്കള എന്ന് പറയാൻ ഇടയാകാത്ത രീതിയിൽ നമുക്ക് ജീവിക്കണം. തന്നെയല്ല, തോട്ടക്കാരൻ നോക്കുമ്പം നല്ല ഫലം കായ്ക്കുന്നു, ആ കൊള്ളാമല്ലോ എന്ന് പറയാൻ ഉള്ള അവസരം നാം ഉണ്ടാക്കി കൊടുക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മുന്തിരിവള്ളിയോട് ഒട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം കായ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു, ഒട്ടിച്ചേർന്നിരിക്കുന്നോ, അപ്പോൾ മാത്രമേ നമുക്ക് ഫലം കായ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതായത് മുന്തിരിവള്ളിയിലോട്ട് വേറെ ഒരു ചെടി നിന്നാണ് എടുത്ത് ഇതിലോട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് ഒട്ടിച്ച് വെച്ചപ്പോൾ ആ തടിയുമായിട്ട്, തായ്തണ്ടുമായിട്ട് അത് ചേർന്ന് വളരണം. പിന്നെ ആ തടി, തായ്തണ്ട് വലിച്ചെടുക്കുന്ന, ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളവും വളവും ഇതിൻ്റെ തണ്ടുകളിൽ കൂടി ഒഴുകി തണ്ടുകൾക്ക് ശക്തി കൊടുത്ത് ഫലവത്തായിട്ട് ഫലം കായ്ക്കുന്നതായി തീരണം. അത് തീരുന്നില്ലെങ്കിൽ ആ ഒട്ടിച്ചതിനെ അതുപോലെ എടുത്ത് കളയാനിടയാകും. നമ്മളെ അങ്ങനെ കളയാനിടയാകരുത്. നമുക്ക് ഫലം കായ്ക്കുന്നവരായി തീരാൻ നമ്മളെ താക്കി കൊടുക്കാം. ദൈവത്തിൻ്റെ ഓരോരുത്തരെ സഹായിക്കട്ടെ. പിതാവ് തോട്ടക്കാരനും യേശുവാണ് മുന്തിരിവള്ളി. നമ്മുടെ അതിനകത്ത് കൊമ്പുകൾ ആണ്. അതിനകത്ത് നമ്മളുടെ പല കുറവുകളുണ്ടാവും. പക്ഷെ നമ്മുടെ ദൈവത്തിൽ, ഈ ലോകത്തിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ കായ്ക്കാതിരിക്കുമ്പോൾ അത് യേശുവിന് എത്ര വിഷമം ഉണ്ടാവും. നമ്മൾ യേശുവിന് വേണ്ടി ആ ഒരു കൊമ്പ് കായ്ക്കാനുള്ള അതിനുവേണ്ടി സുവിശേഷത്തിലോ ലേഖനത്തിലുമാണ് കൂടുതൽ കർത്താവിൽ വസിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അവനെ കർത്താവിനോട് അത്രയധികം പറ്റിച്ചേർന്ന് കർത്താവിൻ്റെ മാറോട് ചാരി കിടന്ന ശിഷ്യനായതുകൊണ്ടായിരിക്കാം അവനിൽ വസിക്കുന്നതിൻ്റെ സുഖം മുഴുവനും അനുഭവിക്കുന്ന അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അപ്പോൾ എന്നിൽ, അവിടെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്ന ഒരുത്തൽ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പോൾ അങ്ങനെ ഫലം കായ്ക്കുന്ന ചിലരെക്കുറിച്ചും, പിന്നെ ഇതുപോലെ കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അതിനെക്കുറിച്ചും ഈ രണ്ട് കൂട്ടരെയും ഒരുപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പറഞ്ഞല്ലോ, തീയിൽ ഗന്ധകപ്പൊയ്കയിൽ കത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ആ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്ന ആ 144,000 പേര് അവരെ ഞാൻ കരുതുന്നത് കർത്താവിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ്. ആ കർത്താവിൽ വസിക്കുകയും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും, എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ കർത്താവിൽ വസിക്കുകയും കർത്താവ് അവരിൽ വസിക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം
ശിഷ്യന്മാരുടെ ആണ് ഇവിടെ കാണുന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അവർ എങ്ങനെയാണ് അവരെക്കുറിച്ച് പറയുന്നത്? അവരുടെ വായിൽ പോഷ്കില്ലായിരുന്നു, കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം കുഞ്ഞാടിനെ അനുഗമിക്കുന്നു. അവളുടെ വായിൽ പുതിയ പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് വേറെ ആർക്കും പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്നൊക്കെ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ റീസൺ അവർ കർത്താവ് അവരിലും ജീവിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അവർ ഈ ഭൂമിയിൽ വളരെയധികം ഫലം കായ്ച്ചവരാണ്, അവർ സ്വർഗത്തിലും അങ്ങനെ തന്നെയാണ്, കുഞ്ഞാടിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ കർത്താവ് എന്നിലും ഞാൻ കർത്താവിലും കർത്താവ് എന്നിലും വസിക്കുന്നുവെങ്കിൽ എനിക്ക് വളരെ ഫലം കായ്ക്കാനും അതുവഴി ഞാൻ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്കുമായി തീരാൻ കഴിയും. എന്നാൽ ആ കർത്താവിൽ വസിക്കാത്ത കൊമ്പുകളെ അവൻ പുറത്ത് കളഞ്ഞിട്ട് എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു. അതും വെളിപാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വെളിപാട് 14 തന്നെ 9 മുതൽ 12 വരെയുള്ള 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പേ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരെ ശരിക്കും കർത്താവിൽ വസിക്കാത്ത കൊമ്പുകളായതുകൊണ്ട് അവരെ വെട്ടി കളഞ്ഞു കർത്താവ്. അതുകൊണ്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എതിർക്രിസ്തുവിൻ്റെ സമയത്ത് ഒരു ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടെങ്കിലും അവർക്ക് ഈ നാമധേയ ക്രൈസ്തവരായതുകൊണ്ട് പേരുണ്ടെന്നുള്ള കാരണം കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. നമ്മളേറെ കേൾക്കുന്നവരാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ സീരിയസ്നെസ്സോടെ ജീവിക്കണമെന്നുള്ളതാണ് ഈ വചനകേൾവിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പോകും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ കർത്താവിൻ്റെ വചനം കാക്കുക എന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പം എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ വചനം കാത്താൽ മാത്രമേ, അതാ പറഞ്ഞ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, വചനം എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. വചനം എന്നിൽ വസിക്കുകയാണെങ്കിൽ വേറെ എന്തും അർത്ഥം? കർത്താവിൻ്റെ വചനം ഓരോ സമയത്തും അനുസരിക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു കഷ്ടതയില്ല, അതിനേക്കാൾ വലിയൊരു അരിഷ്ടതയില്ല കർത്താവ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങളധികം ഫലം കായ്ക്കും. അങ്ങനെ ഫലം കായ്ക്കുമ്പോഴാണ് പിതാവ് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതിനെ കുറിച്ചാണ് ഈ കർത്താവിൽ വസിക്കുക. അത് കർത്താവ് തന്നെ അതിൻ്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വായിച്ചതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ കർത്താവിൽ വസിക്കാനുള്ള, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കാനുള്ള ഒരേ ഒരു മാർഗം കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ സമയത്തും, അത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും എനിക്കിഷ്ടമില്ലെങ്കിലും, എനിക്കത് സൗകര്യമാണെങ്കിലും അസൗകര്യമാണെങ്കിലും ഞാൻ കർത്താവിൻ്റെ കൽപ്പനകൾ, കർത്താവിൻ്റെ വചനങ്ങൾ പ്രമാണിച്ചെങ്കിൽ മാത്രമേ ഞാൻ അവനിൽ വസിക്കുന്നു എന്ന് പറയാനൊക്കത്തുള്ളൂ. വസിക്കുകയാണെങ്കിൽ അത് പ്രമാണിക്കും. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. കർത്താവിൽ വസിക്കുന്ന ഒരാൾ എപ്പോഴും കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കാൻ താല്പര്യപ്പെടും. 1 യോഹന്നാനിലെ ഒരു വാക്യം ബ്രദർ വായിച്ചതിൻ്റെ അടുത്തുള്ള ഒരു വാക്യം.
യോഹന്നാൻ 3-ന്റെ 24-ാം വാക്യം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പോൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിന് മാത്രമേ അവനിൽ വസിക്കാനൊക്കത്തുള്ളൂ. അവനിൽ മാത്രമേ യേശു കർത്താവും വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവ് യോഹന്നാൻ 14 സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ, എൻ്റെ വചനങ്ങൾ പ്രമാണിക്കുന്നതിന് ഞാനും എൻ്റെ പിതാവും കൂടെ ചേർന്ന് വസിക്കുമെന്ന് പറഞ്ഞേക്കുന്നു. എൻ്റെ പിതാവും അവനിൽ പ്രസാദിക്കും, ഞങ്ങൾ അവരുടെ കൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഇവിടെ വേറെ എന്താ കേൾക്കണ്ടേ? കർത്താവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞേക്കാം. കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ ഞാൻ കർത്താവിൽ വസിക്കും, കർത്താവ് എന്നിൽ വസിക്കും. അങ്ങനെയാണെങ്കിൽ അവർ തൃത്വം മുഴുവൻ എന്നിൽ വസിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അങ്ങനെ മാത്രമേ എനിക്ക് ഫലം കഴിക്കാനൊക്കത്തുള്ളൂ, കർത്താവിൽ വസിക്കുന്ന കൊമ്പായി നിലനിൽക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ കർത്താവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ ഗന്ധകപ്പെടുകയും കത്തിയെരിയേണ്ടി വരും എന്നുള്ള ആ ഭയഭക്തിയോട് കർത്താവിന് മുമ്പിൽ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിനായിട്ട് ഉത്തമഗീതത്തിൽ നിന്ന് വായിച്ച വാക്കുകൾ, കർത്താവിനോടുള്ള സ്നേഹം ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. അപ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള ഉറപ്പ്, ആ കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറിക്കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ പറ്റുകയില്ല. അവൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ മാത്രമേ അവൻ്റെ കൽപ്പനകളെ എനിക്ക് അനുസരിക്കുവാനും പറ്റുകയുള്ളൂ. ആ സ്നേഹത്തിൻ്റെ അവൻ എന്നോടുള്ള സ്നേഹവും എനിക്ക് അവനോടുള്ള സ്നേഹവും അത് കൂടുതൽ ആഴത്തിൽ അറിയുകയും ആ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അവൻ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഫലം ഉളവാക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ വീണ്ടും എന്നെ തന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ആ സ്നേഹബന്ധം കൂടുതൽ ഹൃദയത്തിൽ ആഴത്തിലായി തീരുവാനായിട്ട് നമ്മൾ 2-3 ആഴ്ച മുമ്പ് ഞായറാഴ്ച പറഞ്ഞൊരു വചനം, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നതിൽ കൊള്ളാമായിരുന്നു. ഇതൊന്നും ആകാതെ ആ കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ ആ ഊഷ്മളത, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ എരിവ്, അതില്ലാതെ പോകുമ്പോഴാണ് കർത്താവ് എന്ന് പറഞ്ഞൊരു വാക്യം, ആ കൊമ്പ് കത്തിച്ച് കളയുന്നതായി. കൊമ്പ് വസിച്ചില്ലെങ്കിൽ അത് പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. ആ ഒരു കർത്താവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ ആ ഊഷ്മത എൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് ഇതിൽ നിന്ന് ഫലം ഉളവാകുകയില്ല. ആ കൊമ്പ് കർത്താവ് അവിടെ നിന്ന് വെട്ടി അത് വെറും ഉണങ്ങിയൊരു കൊമ്പ് പോലെ ആയിത്തീരുവാനും തീയിൽ ആയി പോകാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. ആ ആദ്യ നാളുകളിലുള്ള കർത്താവിനോടുള്ള സ്നേഹം എന്നെ വീണ്ടെടുത്തപ്പം എന്നെ പരിശുദ്ധമാവ് നിറച്ചപ്പോൾ കർത്താവിനോടുണ്ടായിരുന്ന ആ സ്നേഹത്തിൽ വീണ്ടും നിലനിൽക്കുവാനും ആ ഉത്തമത്തിൽ പറഞ്ഞ പോലെ കർത്താവിനോടുകൂടെ എന്നെ അന്വേഷിച്ച് വരുമ്പം എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ പോകാതെ മാറി നിൽക്കുകയും പിന്നീട് അവനായിട്ടൊരു അവനെ കിട്ടുന്നിടം വരെയും അവനെ വാഞ്ചയോടെ അന്വേഷിക്കുവാനും അവൻ എനിക്കുള്ളവൻ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു എന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടി കർത്താവിനുള്ള സ്നേഹത്തിൽ കഴിയുവാനായിട്ട് ആ ഒരു ബന്ധം വീണ്ടും ഒരു ഊഷ്മളതയോടുകൂടി മറ്റൊന്നും കർത്താവിനുള്ള സ്നേഹത്തിന് പകരമായിട്ട് അതിൽ എന്നോടുള്ള സ്നേഹമോ എൻ്റെ മറ്റു കാര്യങ്ങളോ മറ്റു ചിന്തകളോ വന്നിട്ട് അവനോടുള്ള സ്നേഹം
നഷ്ടപ്പെടാതെ ഇരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വീണ്ടും ഞാൻ ആയിത്തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ തന്നെ വസിക്കുവാൻ, കർത്താവിൽ തന്നെ വസിക്കണമെങ്കിൽ എനിക്ക് ആ കർത്താവിനോടുള്ള സ്നേഹം വേണം. അങ്ങനെ വസിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കാനായിട്ട് ഒരിക്കലും ആ വെട്ടിക്കളയുന്നൊരവസ്ഥ, എന്നെ വെട്ടിക്കളഞ്ഞാൽ വേറൊന്നിനും അവിടെ നന്നായിട്ട് മുളച്ചു വരാം, കർത്താവിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലമുളവാക്കുന്ന ഒന്നിനെ മുളപ്പിച്ച് കൊണ്ടുവരുവാനായിട്ട് കർത്താവിന് കഴിയും. എന്നാൽ ഒരിക്കലും ആ വെട്ടിക്കളയുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എന്നോട് ചേർന്ന് എപ്പോഴും കർത്താവ് തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരിക്കാൻ, അതുപോലെ എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിന് എന്നെ വളരെ ആഗ്രഹമാണെന്നുള്ളൊരു വിശ്വാസം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്നാകുവാനും ആ ആദ്യ സ്നേഹം ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ, അവൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ ഞാൻ അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. അത് ആ 10ാമത്തെ വാക്യത്തിൽ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ ആ അനുസരണം എന്നുള്ളത് അത് പുറമേ ഉള്ള ഏതെങ്കിലും പ്രവൃത്തിയായിരിക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും കർത്താവിനോടുള്ള ആ അനുസരണത്തിൽ ഉണ്ടാകുവാനും അത് ആ സ്നേഹത്തിൻ്റെ ഒരു പ്രൊഡക്ഷനായിട്ട് ആയിത്തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കുറേ എൻ്റെ സ്വയശക്തിയിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാതെ അവനിൽ തന്നെ വസിച്ചുകൊണ്ട് അതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് സ്നേഹത്തിലും ദയയിലും ദീർഘക്ഷമയിലും ഒക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെത്താനെ എൻ്റെ ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെത്താനെ ഞാൻ അറിയാതെ തന്നെ വരുന്നൊരവസ്ഥ ഇവയൊക്കെ വളരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ആക്കി വച്ചിരിക്കുന്ന ഓരോ സ്ഥാനത്തും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം ഉളവാകുവാൻ, അതുപോലെ പറഞ്ഞ ദൈവത്തിന് സൗരഭ്യവാസന കർത്താവ് ചെയ്തതെല്ലാം ദൈവത്തിനൊന്നും എനിക്കും അതുപോലെ ആയിത്തീരാനായിട്ട് അത് എന്നിട്ട് മനുഷ്യർക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുന്നു. എപ്പോഴും കർത്താവ് ചെയ്തതുപോലെ തന്നെ എല്ലാം ആ ഒരു എനിക്ക് ഇനിയും എൻ്റെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും ആ ഒരു തലത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. ആ ഒരു വാസ്തവമായിട്ട് കർത്താവിനുള്ള സ്നേഹം അത് വന്ന് ആ തീയാലെ ഞാൻ നിറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെ ഫലം ഉളവാകുവാനായിട്ട് അറിയാവുന്നൊരവസ്ഥ അതിനുണ്ടാകണം. 3 കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞുങ്ങൾ, ബാല്യക്കാർ, പിതാക്കന്മാർ. അപ്പം ആ ഒരു ഓരോ അവസ്ഥകളിൽ ഘട്ടങ്ങളെയും നിന്നും മേലോട്ട് വളർന്ന് ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കുക. അങ്ങനെ ആ കർത്താവിനെ അറിഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്നതായിട്ട് ആ ഒരവസ്ഥയിലായി തീരുമാനം വളർച്ച പ്രാപിപ്പാൻ. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഇതൊന്നുമല്ല. ആ പൂർണ്ണതയുള്ളൊരു കാന്ത എന്ന് പറയുമ്പം ആ ഒരു അവസ്ഥയിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അവൻ്റെ പദ്ധതിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ താഴ്മയോടെ അവനോട് ചേർന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവ് എങ്ങനെ തൻ്റെ പിതാവിൽ വസിച്ച് കൽപ്പനകളെ അനുസരിക്കുകയും അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക. അപ്രകാരം തന്നെ അത് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അധികം കൂടുതൽ വ്യക്തതയോടെ എനിക്ക് കാണിച്ചു തരേണ്ടതുണ്ട്. എൻ്റെ ഒരു അറിവല്ല, ഞാൻ കേട്ട ഒരു കൺസെപ്റ്റ് അല്ല, അത് പുതുമയോടുകൂടി പരിശുദ്ധാത്മാവ് തന്നെ അധികം വ്യക്തതയോടെ എനിക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്ന് അവനോട് ചേർന്ന് ആ സ്നേഹബന്ധത്തിൽ വസിക്കുവാനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു.
എല്ലാവരെയും പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലെ ദാസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളേറെ ഫലം പ്രാപിച്ചു. ഞാൻ ഇവിടെ ചിന്തിച്ചപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു ലൈൻ എൻ്റെ ഉള്ളിലേക്ക് കയറി വരുവാൻ്റെ കട്ടോലിവിൻ സാകായിരുന്ന എന്നിൽ നല്ല പാലം നിറപ്പാൻ വെട്ടീണ ചെന്നെ നല്ലോലിവിൻ ദാരുടു ചിന്തി പാടും ഞാനേശുവിനായി ജീവൻ പോളോം നീയോടെ പാടും ഞാനെന്നകതാരിലാനുദിനം വാടും ശ്രീയേശുവിനായി ഒരു കേടും കൂടാതെന്നെ പാലിച്ച നാഥനെ പാടി സ്തുതിക്കുമെന്നും പാടി സ്തുതിക്കുമെന്നും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ യേശു കർത്താവ് എങ്ങനെ നമ്മെ സ്നേഹിച്ചു നാം അതുപോലെ സ്നേഹിക്കണം എന്ന് പറയുന്നത് തന്നെ കർത്താവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നത് തൻ്റെ പ്രമാണത്തിൽ അല്ലെങ്കിൽ തൻ്റെ വചനത്തിൽ വിശ്വസിച്ചു പ്രവർത്തിക്കുന്നുവെങ്കിൽ അതാണ് നാം ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം. നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ആ വചനത്തിൽ വിശ്വസിക്കാതെ നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതചര്യകൾ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റുന്നുവെങ്കിൽ ഒരിക്കലും നാം ദൈവത്തെ അനുസരിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനായിരുന്ന ചുറ്റുപാടുകളിലൊക്കെ ജീവിച്ച ഇവിടെ ആയിരിക്കുന്ന ജീവിച്ച അന്തരീക്ഷത്തിൽ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴേ ദൈവത്തിൻ്റെ വചനം വിട്ടുപോകാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ വന്നു. അപ്പോഴും ആ കർത്താവിൻ്റെ ആ വചനത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, ആ വചനത്തിൽ ആഴമായി വിശ്വസിപ്പാൻ ഒരു പുതിയ സൃഷ്ടിയെങ്കിൽ പഴയതെല്ലാം കഴിഞ്ഞു. അപ്രകാരം കർത്താവില് വളരെ ഏറെ ഫലം കായ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉത്തമ കാന്തയായി കർത്താവിനോടുകൂടെ ചേർക്കപ്പെടണമെങ്കിൽ തൻ്റെ വചനത്തിൽ നിൽക്കണം. അതെൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ രാത്രിയുടെ യാമത്തിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിപ്പാൻ്റെ ആയിത്തീർന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ആ ഒരു വാക്യം എന്നെ വളരെ എൻ്റെ ഹൃദയത്തെ അടുപ്പിക്കാൻ ആയിത്തീർന്നു. അതെ, ആ കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിക്കേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ വന്നു. അപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസ്തയോടെ നിന്നതുകൊണ്ടാണ്. എങ്കിലും പൂർണ്ണതയായിട്ടില്ല, ഒത്തിരി ബലഹീനതകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനും ദേവദാസന്മാർ സംസാരിച്ച വചനത്തിൽ ഞാൻ റെഫറൻസ് ഒന്നും എടുത്തു വരത്തില്ല, കാരണം എനിക്ക് വായിക്കാൻ ഞാൻ എൻ്റെ കണ്ണാടി കൊണ്ടുവന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചൂണ്ടിക്കാണിക്കാതെ പറഞ്ഞത്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഉത്തമ മണവാട്ടിയെ, താൻ തൻ്റെ വിശുദ്ധന്മാരെടുക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആ പ്രകാരമുള്ള ഒരു മണവാട്ടിയായി തീരുവാൻ, എന്നാൽ നരകത്തിലെ ജീവിതത്തിൽ ഒരിക്കലും സാഹചര്യമുണ്ടാകാതെ ദൈവം കാത്തു സൂക്ഷിക്കേണ്ടതിനായിട്ട് നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ്
എനിക്ക് എൻകറേജിങ് ആയിരുന്നു. എനിക്ക് കൂടുതൽ ടച്ച് ചെയ്ത് നിർത്തിയത് ജെയിംസ് ചാപ്റ്റർ 4 verse 2 and 3 ഉണ്ട്. And നമുക്ക് you ask you do not have because you don't ask. പിന്നെ മൂന്നാമത്തെ വാക്യത്തിൽ you do not you ask and do not receive because you ask with the wrong motives. അപ്പം ചിലത് ലൈക്ക് എൻ്റെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഫെയ്ത്ത്ഫുൾ ആണ്, ലൈക്ക് ഒരു ഫ്രൂട്ട് ലൈക്ക് എപ്പോഴും ലൈക്ക് ഇങ്ങനെ ഫെയ്ത്ത്ഫുൾ ആണ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്ന അപ്പം ഞാൻ വിചാരിക്കുന്നത് അതൊരു ഫ്രൂട്ടല്ല, ദൈവം തരുന്നൊരു ഫ്രൂട്ടുള്ള. പക്ഷേ ചില പ്രാവശ്യം why am I asking to be faithful എന്ന് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ ലൈക്ക് ഇപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യമാണെങ്കിൽ 100% ഫെയ്ത്ത്ഫുൾ ആവണമെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എനിക്കത് പഠിത്തത്തിൻ്റെ സമയത്ത് ഫെയ്ത്ത്ഫുള്ളായിട്ട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പഠിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഡിസ്ട്രാക്ട് ആയിപ്പോകുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്നെ സഹായിച്ചില്ലല്ലോ ഫെയ്ത്ത്ഫുൾ ആകാൻ, എനിക്ക് ഫെയ്ത്ത്ഫുൾ ആകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ബിക്കോസ് എനിക്ക് മാർക്ക് കിട്ടണം, എനിക്ക് ഐ ഷുഡ് ബി നല്ല ഗ്രേഡ് എനിക്ക് കിട്ടണം, ലൈക്ക് ബേസിക്കലി ഗ്ലോറിഫൈങ് മൈ സെൽഫ് ടു എവറിത്തിങ് ലൈക്ക് മൈ റിസൾട്ട്. അതാ എൻ്റെ ഫ്രൂട്ട് ഈസ് ഫോർ എ ബാഡ് തിങ്. അപ്പം ഞാൻ എപ്പോഴും സീക്കുന്നത് ഫോർ എ റോങ് മോട്ടീവ് ആയിരുന്നു. അപ്പം ദൈവത്തിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല, അതും നമ്മുടെ ഫ്രൂട്ട്. അതായത് സോങ്സ് ഓഫ് സോളമനകത്ത് അതായത് മറ്റേ ആ ഗാർഡനിൽ വില്ലേജിൽ രാവിലെ പോയിട്ട് രാവിലെ ഇങ്ങനെ ഫീൽഡിൽ പോയിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് കാണിക്കുമ്പോൾ എല്ലാം എൻ്റെ ബിലവഡിനാണെന്ന് ആ ഇത് ഒരു എന്താ പറയുക ലൈക്ക് സംതിങ് ഏറ്റു പറഞ്ഞ് ദൈവത്തിനോട് പറയാൻ ഇതെല്ലാം നിനക്കില്ല. സോ നമ്മുടെ എല്ലാം സ്കൂളിലായാലും എവിടെ ആയാലും എവറി ഫ്രൂട്ട് വിച്ച് ബി ബെയർ ഇസ് ഫോർ ഗാഡ്. ആ ഫ്രൂട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആ വൈനിൽ അബൈഡ് ചെയ്താൽ മാത്രം ആ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ആ ഫ്രൂട്ട് നമ്മളെപ്പോഴും ചോദിക്കുമ്പോൾ ആ ഫ്രൂട്ട് നമ്മൾ ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫെയ്ത്ത്ഫുൾ ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്തിനാ? ഇസ് ഇറ്റ് ഫോർ മൈ സെൽഫ്? ബിക്കോസ് നോർമലി നമ്മൾ നോക്കുമ്പോൾ ഫ്രൂട്ട് ഇസ് നോട്ട് ബെയറിങ് ഫോർ ഇറ്റ് സെൽഫ്, ഇറ്റ്സ് ബെയറിങ് ഫോർ ദി ഓണർ ഓഫ് ദ ഗാർഡൻ. അങ്ങനെ പോലെ am I bearing the fruit for myself, to glorify myself, or is it to give that fruit to give to the person who I love, who loved me? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത്. പിന്നെ ബ്രാഞ്ച് വിൽ ബി ത്രോൺ അവേ. മറ്റേ ഒരു പാട്ടില്ലേ, ഞാൻ യോഗ്യനല്ല ഈശ്വരൻ എന്നൊരു പാട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻസിൽ ഞാൻ നാട്ടുള്ളിൽ ലൈക്ക് ഇഫ് ഐ വാസ് ഗ്രാഫ്റ്റഡ് ഇൻ ടു ഗുഡ് ഒലീവ്, പക്ഷേ ഞാൻ ആ ഫ്രൂട്ട് ബെയർ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് അന്നേരം മറ്റേ 2 Peter chapter 3 verse 9 അതിനകത്ത് God is being patient with you so that you may repent. അപ്പം അന്നേരം ഞാൻ ലൈക്ക് ഇപ്പോൾ അത് എനിക്ക് അന്നേരം കിട്ടിയപ്പം ലൈക്ക് there are some things which is hindering that ആ സാപ്പ് കയറാൻ വേണ്ടി. ദൈവത്തിൻ്റെ ആ യേശുവിൻ്റെ ലൈഫാണ് ആ സാപ്പ്. സോ if you need to bear the fruit, you need that sap to go to the branch. പിന്നെ ആ ബ്രാഞ്ചിലാണ് ഫ്രൂട്ട് വരുന്നത്. അപ്പം ആ ഫ്രൂട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താ ഗുണം? സാപ്പ് കയറണം, പിന്നെ ഫ്രൂട്ട് ഉണ്ടാവുമല്ലോ. സാപ്പ് കയറുന്നില്ലെങ്കിൽ പിന്നെ എന്താ ലൈക്ക് ബ്രാഞ്ചിന് ഒരു ഉപകാരമില്ല. സോ ഇറ്റ്സ് ത്രോൺ അവേ ഫ്രം ദ വൈൻ എന്താ ജീസസ്. അപ്പം യു ആർ സെയിങ് ബീങ് ത്രോൺ അവേ ഫ്രം വൈൻ, യു ബീങ് ത്രോൺ അവേ ഫ്രം ഗാഡ്.
വിച്ച് ഈസ് വെരി വെരി സീരിയസ് ആണ്. ഇപ്പം ദൈവത്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഫ്രൂട്ട് ബെയർ ചെയ്യണം. അതിന് എന്താ നമ്മളിപ്പം പ്രൂൺ ചെയ്യണം. ആ ബ്രാഞ്ച് ആക്ച്വലി കട്ട് ഓഫ് ആയി, ഡാഡി പറഞ്ഞ പോലെ ഒരു ബ്രാഞ്ച് കട്ട് ഓഫ് ആയി ബാക്കി ബ്രാഞ്ചസിന് ഒരു ഗുണം ഉണ്ടാവും. അങ്ങനെ മീൻസ് നമുക്ക് ലൈക്ക് മറ്റൊരു വളരം ഗ്രോ ചെയ്യേണ്ടതല്ല, പക്ഷെ വി മസ്റ്റ് ബി സെലസ് ടു ആ ലൈഫ്, യേശുവിൻ്റെ ലൈഫ് നമ്മളെ കൺട്രോൾ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ എപ്പോഴും ജീവിക്കണം. അതാണ് എനിക്ക് കൂടുതൽ പിന്നെയും പറ്റത്. പിന്നെ if you obey God's command, the word of God abides in you. When you obey His command, you prove to be His disciples. Aduvalla, it shows that you are abiding in God's word and God in you. In 1 John, another one. That it could be ഞാൻ സാക്ഷാൽ മുന്തിരി വരെയാവുന്നു, ഞാൻ പിതാവിനെ തൊട്ടാകുന്നു, എന്നെ കായ്ക്കാത്തൊക്കെയും ഞാൻ നീക്കിക്കളയും, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കും. അപ്പം ഞാൻ ഇത് വായിക്കുന്നത്, ഞാൻ പലപ്പോഴും ഞാൻ എന്നെ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നെ നീക്കിക്കളയുന്ന സമയത്തൊക്കെ ദൈവം എന്നെ അവിടെ നിന്നൊക്കെ ആ കരുണയാണ്. അവിടെ നല്ല ഫലം കായ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവിടെ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പരിശുദ്ധമാ ഞാൻ ആഗ്രഹിക്കുന്നു, ഏറെ ഫലം കായ്ക്കണം. അതെന്നുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം എനിക്കത് കായ്ക്കാൻ പറ്റും. ഞാൻ അധികം ഫലം കായ്ക്കണം, അവരെ വേണ്ടി നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്വന്തം. ഇന്ന് എനിക്ക് ഇച്ചിരി ഒരുപാട് കാര്യം പറഞ്ഞതിൽ ഏറ്റവും മെച്ചമായിട്ട് തോന്നിയ, അതായത് നമ്മൾ കർത്താവിൽ അബൈഡ് ചെയ്യുന്നവർക്ക് ജോയ്, അവർക്ക് സന്തോഷം ഉണ്ടായിരിക്കും. ഒരു സങ്കീർത്തനം 16:11. എനിക്ക് ഒരു കാര്യം പലതവണ കേട്ടാൽ ആയിരിക്കും കൂടുതൽ ഒരു മെസ്സേജ് തന്നെ പലതവണ കേൾക്കുമ്പോഴായിരിക്കും ഓർമ്മ വയ്ക്കുന്നത്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഈ ഒരു അത് സന്ധ്യവട്ടം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു Psalm 16:11, "In His presence is the fullness of joy." ശരിക്കും നമ്മൾ പലപ്പോഴും എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ആ ഒരു ജോയ് ഇല്ലെങ്കിൽ പലർക്കും കർത്താവിലേക്ക് നമ്മുടെ ലൈഫ് കണ്ടവർ വല്ലാത്തൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ആ ഒരു ജോയ് ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു കുറച്ച് നാൾ മുമ്പ് തോമസ് ബ്രദർ ഇവിടെ പറഞ്ഞ ആ ഒരു വചനം ഞാൻ ഓർക്കുമായിരുന്നു. ജെറമ്യ chapter 17 verse 5-8. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്നെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ആകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഊവർ നിവല്ലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ശരിക്കും പണ്ട് സാക് ബ്രദർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ പലരോടും കർത്താവിനെ കുറിച്ച് ഷെയർ ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ പറയുക, നമ്മുടെ ഫേസ് കണ്ടിട്ട് അവർ പറയും പോലെ, നിങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ വറീഡായിട്ട് ഇരുന്നപ്പം ശരിക്കും ദൈവം എന്നോട് സംസാരിച്ചത്, നീ ഇവിടെ അടങ്ങിയിരുന്നാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ചൊന്നും ഒത്തിരി പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പോകണ്ട. ശരിക്കും അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വളരെ കൂളായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ ലൈഫിൽ കടന്നുപോയി. അപ്പം അതുപോലെ ഇപ്പം തന്നെ നമ്മൾക്കെതിരെ ഒരാൾ ഈ ജോലിസ്ഥലത്തൊക്കെ ചെയ്യുന്ന അവർക്കൊരു നന്മ ചെയ്യുമ്പം ശരിക്കും അവിടെയാണ് അവർ കർത്താവിനെ കാണുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയുന്നതിലല്ല, മറിച്ച്
അവിടെ കർത്താവിൽ ചാരി കർത്താവിൻ്റെ ആ ഒരു ഫേസ് റിഫ്ലക്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലാണ് മറ്റുള്ളവർ ഇന്ന് ബ്രൈഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ശരിക്കും ഞാൻ എനിക്ക് ആ ഒരു തുടക്കത്തിൽ ആ ഒരു ബ്രൈഡിനെ ആരാ ബ്രൈഡെന്ന് മറ്റുള്ളവർ ഒരു കല്യാണത്തിന് ചെല്ലുമ്പോൾ ആരും എന്താ പറയുന്നത് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല, നമുക്ക് കാണുമ്പോഴേ അറിയാം. അതായത് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളാണ് അവിടെ ബ്രൈഡ്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിനോട് അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം നമുക്ക് കാണും. അത് കണ്ട് മറ്റുള്ളവരും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടും. അതുപോലെ നമുക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പലപ്പോഴും ആ ഒരു ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു ലവ് ഈവൺ മൈ എനിമീസ്, അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ എനിക്കില്ലെങ്കിൽ ഞാൻ ശരിക്കും കർത്താവിൽ അബൈഡ് ചെയ്യുന്നില്ല. എനിക്ക് അതിനായിട്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് കർത്താവിനോട് ചേർന്നിരിക്കുന്നില്ല. അങ്ങനെ ഇന്ന് കേട്ടതുപോലെ ചേർന്നിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് അത് തിയറിയൊന്നും പറയേണ്ട, അത് ഓൾറെഡി അത് ഇപ്പോൾ ജെറമ്യ 17:11 വായിച്ച പോലെ അത് കരിഞ്ഞു ഉണങ്ങിപ്പോകും. അപ്പം അങ്ങനെ കരിഞ്ഞു ഉണങ്ങാനായിട്ടല്ല ദൈവം എന്നെ വിളിച്ചേക്കുന്നത്, മറിച്ച് കർത്താവിനോട് ചേർന്ന് കർത്താവിൽ സന്തോഷിച്ച് ആ ഒരു പാട്ട് ഉണ്ടല്ലോ, കർത്താവിൽ സന്തോഷം അവനൻ ബലം, അങ്ങനെ കർത്താവിൽ സന്തോഷിച്ച് ബലം പ്രാപിച്ച് ജീവിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിന് ഞാൻ ആദ്യം പറയുന്നു, ഒരു വട്ടം കൂടെ ദൈവം എനിക്ക് ഇരിക്കാൻ സഹായിച്ചു, സ്വതന്ത്രം ചെയ്യുന്നു. എനിക്ക് രാവിലെ ഒരു മടിയുണ്ടായിരുന്നു, ഇന്ന് സാക്ഷ്യം പറയണമല്ലോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ സാക്ഷ്യം പറഞ്ഞാലും ഞാൻ അമ്മയോട് ചോദിക്കും എന്തോ പറയണ്ടേ, എപ്പോൾ എവിടെ ചോദിച്ചാലും ഞാൻ അമ്മയോട് ചോദിക്കും എന്തോ പറയണ്ടേ എന്തുവാന്ന്. അമ്മ ഒരു ക്ലൂ ഇട്ട് തരും, ബാക്കി ഞാൻ അങ്ങ് പറഞ്ഞു തരും. അപ്പോൾ കുറച്ച് മാസം മുമ്പ് എനിക്ക് ഒരു തോന്നൽ വന്നായിരുന്നു, ഇപ്പം എന്തു പറഞ്ഞാലും എനിക്ക് ഞാൻ അധികം റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്നെ എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അധികം ഒന്നും പറയാൻ പോകത്തില്ല. എപ്പോഴും ആ ഒരു ആരെ പറയുന്ന പോലെ അത് തിരിച്ചൊന്നും പറയാൻ പോകണ്ട, എന്ത് കാര്യം ചെയ്താലും നമ്മളവിടെ നിന്ന് ചെയ്യാൻ പോകണ്ട, എന്നോട് ആരെങ്കിലും അത് പറയുന്നത് എനിക്കായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതം എനിക്ക് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ സഹായിക്കണം. ഞാൻ ഇന്ന് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിന് ഉച്ചയ്ക്കൊക്കെ പോയി ചെയ്തു, അവിടെ എല്ലാം ദൈവം സഹായിച്ചു. എനിക്ക് ആഗ്രഹിച്ച വിഷയം ആഗ്രഹിച്ച സ്കൂളൊക്കെ കിട്ടാൻ അവിടുന്ന് സഹായിക്കണം. പിന്നെ ഈ പുതിയ ഫ്രണ്ട്സും പുതിയ ടീച്ചേഴ്സൊക്കെ വരും, അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ ഒരു ഇങ്ങോട്ട് ഇടപെടാൻ സഹായിക്കണം. ഞാൻ അധികം അങ്ങോട്ടൊന്നും ആരോടും പോയി മിണ്ടാറില്ല. അവിടെയൊക്കെ സഹായിക്കണം, എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതെ, ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയായിട്ട് കൂടുവാനൊക്കെ ദൈവം അവിടുന്ന് ഒരു അവസരത്തിൽ തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 3 മാസത്തോളം ജോമൻ ചേട്ടനോടായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ചൊക്കെ പ്രാർത്ഥിക്കാനും ഒന്നിച്ചൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കാനൊക്കെ ദൈവം അവിടുന്ന് ഒരു അവസരമൊക്കെ തന്നു. അവർ കൂട്ടായ്മയ്ക്കൊക്കെ പോകാനും ഒക്കെ ദൈവം അവിടുന്ന് സഹായിച്ചു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾ അവൻ നടത്തിയ വിധങ്ങൾക്കായിട്ടെല്ലാം നന്ദി പറയുന്നു. അത് മാത്രമേ ഉള്ളൂ. അവൻ എൻ്റെ നടത്തി കഴിഞ്ഞ ദിവസമൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോഴൊക്കെ എൻ്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകളൊക്കെ ഓർത്ത് പലപ്പോഴും ഞാൻ നന്ദി കെട്ടവളാണ്, ഞാൻ അത് ഓർക്കാറില്ല. ഞാൻ ആ ദൈവസന്നിധിയിൽ ഞാൻ അതേറ്റ് പറയുന്നു. അവൻ്റെ ഇഷ്ടത്തിൽ നടക്കുവാനും അവൻ്റെ പാതക്കൂടെ നടക്കുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതുപോലൊന്നും ആയിട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇന്ന് മോൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ദൈവം സഹായിച്ചു. അവന് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അവൻ അനുഭവിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകാനും പറ്റുന്നില്ല, ട്യൂഷൻ പോകാനും പഠിക്കാൻ ഒന്നിനും അവന് താല്പര്യമോ ഒന്നിനും ഒരു മുന്നോട്ട് പഠിത്തത്തിലോട്ട് ഒത്തിരി പുറകോട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ഓർത്തിരിക്കും, പിന്നെ അങ്ങ് മറന്നുപോകും. പിന്നെ എൻ്റെ ദൈവം അവിടെ അവനെ കൂടെ വരുന്നു. അവന് തക്ക സമയത്ത് എല്ലാം ആരോഗ്യം. ആ പരീക്ഷയുടെ സമയത്താണെങ്കിലും അവന് ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. എങ്കിലും എൻ്റെ ദൈവം അവനെ എഴുതാനൊക്കെ കൃപ കൊടുത്തതിന് നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് അവന് പോയി എല്ലാം അലോട്ട്മെൻറ്റൊക്കെ കൊടുത്തു. അവൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആഗ്രഹിക്കുന്നതും അവൻ ആഗ്രഹിക്കുന്ന വിഷയമൊക്കെ ദൈവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്.
ഞാൻ എല്ലാവരുമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.